السلام عليكم ورحمة الله وبركاته. إن الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم ഇന്നക ഹമീദും മജീദ്. ഏറെ പ്രിയപ്പെട്ട MSMൻ്റെ സാരഥികളെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ മനുഷ്യായുസ്സിൽ എക്കാലത്തും ആവശ്യമായി വരുന്ന വ്യക്തമായൊരു നിലപാടാണ് ഈ സമയത്ത് നമുക്കുള്ള വിഷയമായി തിരഞ്ഞെടുത്തിട്ടുള്ളത്. പരിശുദ്ധമായ ഖിബല. ഏതാണ് നമ്മുടെ ഖിബല? ഖബറിലെ ചോദ്യങ്ങൾ ഒക്കെ പഠിച്ച ആളുകളാണ് നമ്മൾ. ആ ചോദ്യങ്ങളിൽ ഒരു ചോദ്യമാണ് വമാ ഖിബിലതു, എന്താണ് നിങ്ങളുടെ ഖിബില? ഏതാണ് ഖിബില? ഒന്ന് കണ്ണടഞ്ഞ ആൾക്കാരൊക്കെ ഉണ്ടെന്ന് ഒന്ന് വിളിച്ചൊന്ന് സഹകരിച്ച. അപ്പുറത്തിരിക്കുന്ന ആൾ രാവിലെയാണ്, നല്ല തണുപ്പുണ്ട്, സുഖമായിട്ട് കണ്ണടച്ചിരുന്ന് പ്രസംഗം കേൾക്കുന്ന ആളുകളുണ്ടാവും. ഏതാണ് ഖിബില? നിങ്ങളെന്താ മിണ്ടാത്തത്? ഖിബില ഏതാണ്? കഅബ. വിശുദ്ധ കഅബാലയത്തിൻ്റെ പ്രത്യേകത നമുക്കറിയാം. ഇപ്പോൾ കഅബയുടെ ചുറ്റും കോടാനകോടി മനുഷ്യർ നിരന്തരമായി തവാഫ് ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. ലക്ഷോപലക്ഷം ആളുകൾ നിരന്തരമായി തവാഫ് ചെയ്തുകൊണ്ടിരിക്കുന്ന കഅബ, ലക്ഷക്കണക്കിന് ആളുകൾ ഈ വർഷവും ഹജ്ജ് നിർവഹിക്കുവാൻ അവിടെ എത്തി, കഅബാലയത്തിൻ്റെ സമീപത്തെത്തി അതിനെ തവാഫ് ചെയ്യുമ്പോൾ ലോകത്തിൻ്റെ അഷ്ടദിക്കുകളിലുള്ള സർവ്വ മനുഷ്യരും സർവ്വവിശ്വാസികളും കഅബാലയത്തിൻ്റെ സമീപത്ത് പോയി അത് കണ്ണിറഞ്ഞ രൂപത്തിൽ കാണാൻ, ആ കഅബാലയത്തെ തവാഫ് ചെയ്യാൻ ആഗ്രഹിക്കുമ്പോൾ ആ കഅബ നമുക്ക് നൽകുന്ന സന്ദേശമാണ് നമ്മുടെ വിഷയം. വിശ്വാസം എന്ന് പറയുമ്പോൾ അത് അതിര് കവിച്ചിലല്ല, നിഷേധമല്ല, നേരെ മറിച്ച് മധ്യമമായ വസത്തിയായ ഒരു നിലപാടാണ് എന്ന സന്ദേശം നമുക്ക് പഠിപ്പിച്ചു തരുന്നത് വിശുദ്ധമായ കഅബാലയം മുന്നിൽ വെച്ചുകൊണ്ടാണ്. ഖുർആനിൽ സൂറത്തുൽ ബഖറയിൽ 143-ാമത്തെ വചനം. നിങ്ങൾ പോയിന്റുകൾ നോട്ട് ചെയ്യുന്ന ആളുകൾ അത് നോട്ട് ചെയ്ത് വെച്ചാൽ ഇൻഷാ അല്ലാഹ് ഈ പരിപാടി സമാപിക്കുമ്പോൾ ഒരുപാട് അറിവുകളും കാഴ്ചപ്പാടുകളും നമുക്ക് രൂപപ്പെടുത്താൻ സാധിക്കും. വെറുതെ വന്നിരുന്ന് പോകുന്ന ഒരു സിസ്റ്റം ആകരുത്. പ്രത്യേകിച്ച് നിങ്ങൾ MSMൻ്റെ കുട്ടികളാണ്. MSM എന്ന് പറയുമ്പോൾ വിദ്യാർത്ഥിത്വത്തെ, വരുന്ന ഒരു തലമുറയെ ദീനിൻ്റെ നിലപാടുകൾ ബോധ്യപ്പെടുത്തി, പ്രത്യേകിച്ച് കലാലയങ്ങളിൽ, ക്യാമ്പസുകളിൽ പുതിയ തലമുറയെ സിറാത്തുൽ മുസ്തഖീമിലൂടെ, നേരായ വഴിയിലൂടെ നയിച്ചു കൊണ്ടുപോകാൻ നേതൃത്വം നൽകേണ്ടവരാണ് MSMകാർ. അതുകൊണ്ട് ഇന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ വ്യത്യസ്തങ്ങളായ വിഷയങ്ങൾ ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അത് കൃത്യമായി നോട്ട് ചെയ്താൽ ഇവിടുന്ന് തിരിച്ചു പോകുമ്പോൾ വലിയ ഒരു അനുഭവ സമ്പത്ത്, അറിവിൻ്റെ ഒരു ഭണ്ഡാരവുമായി തിരിച്ചു പോകാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ട് ആ രൂപത്തിൽ ശ്രദ്ധിക്കുന്ന ആളുകൾ നോട്ട് ചെയ്യുക. സൂറത്തുൽ ബഖറയിൽ 143-ാമത്തെ വചനം. ആ വചനത്തിൽ അള്ളാഹു സംസാരിക്കുന്നത് ഖിബലയെ സംബന്ധിച്ചാണ്, കഅബയെ സംബന്ധിച്ചാണ്. കാരണം നമുക്കറിയാം, മുഹമ്മദ് നബിയുടെ ജീവിതത്തിൽ ഒരു ഘട്ടത്തിൽ ബൈത്തുൽ മുഖദ്ദസിനെ ഖിബലയായി സ്വീകരിച്ചിട്ടുണ്ട്. ബൈത്തുൽ മുഖദ്ദസ് നമുക്കറിയാം. എവിടെയാണ് ബൈത്തുൽ മുഖദ്ദസ്? എവിടെയാണ്? മസ്ജിദുൽ അഖ്സ എവിടെയാണ്? ഏത് രാജ്യത്താണുള്ളത്?
അറിയോ? മസ്ജിദുൽ അഖ്സ ഏത് രാജ്യത്താണ് ഉള്ളത്? ഫലസ്തീൻ. ആ ഫലസ്തീനിലാണ് മസ്ജിദുൽ അഖ്സ. ആ മസ്ജിദുൽ അഖ്സയിലേക്ക് കുറേ കാലം തിരിഞ്ഞു നിസ്കരിച്ചത് നമുക്കെല്ലാവർക്കും അറിയാം. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മറ്റൊരു ഘട്ടത്തിൽ മക്കയിലെ വിശുദ്ധമായ കഅബാലയത്തെ ഖിബലയായി കിട്ടിയിരുന്നെങ്കിൽ, അതാക്കിയിരുന്നെങ്കിൽ എന്നാഗ്രഹിച്ചു, കൊതിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗ്രഹത്തെ മാനിച്ചുകൊണ്ട് തന്നെ പറഞ്ഞു, ഫവല്ലി വജ്ഹക ശത്റൽ മസ്ജിദിൽ ഹറാം, മസ്ജിദുൽ ഹറമിൻ്റെ ഭാഗത്തേക്ക് അങ്ങ് തിരിഞ്ഞുകൊള്ളുക. അങ്ങനെയാണ് മദീനത്ത് ഒരു പള്ളി നമുക്ക് കാണാൻ കഴിയും. മസ്ജിദുൽ ഖിബലത്തൈനി എന്നാണ് ആ പള്ളിയുടെ പേര്. നിങ്ങൾ പല ആളുകളും കേട്ടിട്ടുണ്ടാവും. എന്ന് പറഞ്ഞാൽ രണ്ട് ഖിബലയുള്ള പള്ളി എന്ന് പറഞ്ഞാൽ, ഖിബല മാറിയ വിവരമറിയാതെ ഒരു സംഘം സ്വഹാബികൾ ബൈത്തുൽ മുഖദ്ദസിലേക്ക് തന്നെ തിരിഞ്ഞ് നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നബിയുടെ അടുക്കൽ നിന്ന് ഓടി വന്നൊരാൾ വിളിച്ചു പറഞ്ഞു, ഖിബല മക്കയുടെ ഭാഗത്തേക്ക്, മസ്ജിദുൽ ഹറമിൻ്റെ ഭാഗത്തേക്ക്, കഅബാലയത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നറിഞ്ഞിട്ട് അവർ ആ നിസ്കാരത്തിൽ തന്നെ അവരുടെ ഖിബല മാറിയ സംഭവം ചരിത്ര ഗ്രന്ഥങ്ങളിലൊക്കെ വിശദീകരിച്ചത് കാണാൻ സാധിക്കും. അപ്പോൾ സ്വാഭാവികമായി ഇത് ആ കാലഘട്ടത്തിൽ വലിയ വൈറലായി വിഷയം, വലിയ ചർച്ചകൾക്ക് വിധേയമായി. ആ ചർച്ചയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ച എന്താണെന്ന് ചോദിച്ചാൽ, ഇതെന്താണ് ഇങ്ങനെ കുറേ കാലം അങ്ങോട്ട്, പിന്നെ നോക്കുമ്പോൾ ഇങ്ങോട്ട്, ഇവർക്കൊരു സ്ഥിരതയില്ലേ, എന്താണ് ഇങ്ങനെ എന്നൊക്കെ ചോദിച്ച് ചില ആളുകൾ അക്കാലഘട്ടത്തിൽ പ്രശ്നമുണ്ടാക്കി. മുഹമ്മദ് നബിക്കെതിരെ, മുസ്ലിം സമൂഹത്തിനെതിരെ കോളിളക്കമുണ്ടാക്കി. ആ സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ വചനമാണ് സൂറത്തുൽ ബഖറയിലെ 143-ാമത്തെ വചനത്തിലുള്ളത്. അതൊരു മറുപടിയാണ്. അപ്പോൾ ഖിബല മാറിയത് എന്തിന്, കുറേ അങ്ങോട്ട് കുറേ ഇങ്ങോട്ട് എന്തേ അങ്ങനെ ആയത് എന്ന ചോദ്യത്തിന് മറുപടി പറയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് വകദാലിക്, അങ്ങനെ തന്നെയാണ്, അങ്ങനെ തന്നെയാണ്, അപ്രകാരം തന്നെയാണ് ഖിബല മാറിയിട്ടുണ്ട്. ആ ഖിബല മാറ്റുന്നതും അല്ലെങ്കിൽ ഈ സന്ദേശം നിങ്ങൾക്ക് നൽകുന്നതും ഒരു നിലപാട് തറയിൽ നിങ്ങൾ എത്തിച്ചേരാൻ വേണ്ടിയാണ്. എന്താണ് ആ നിലപാട്? വകദാലിക ജഅൽനാകും ഉമ്മതൻ വസതൻ ലിതകൂനു ശുഹദാ അലന്നാസ് വയകൂന റസൂലു അലൈക്കും ഷഹീദ. നിങ്ങളൊരു മധ്യമ സമൂഹമാകണം എന്ന സന്ദേശം ഇതിലൂടെ പകർന്നു നൽകുകയാണ്. മധ്യമ സമൂഹമാകുന്നത് നിങ്ങൾ ജനങ്ങൾക്ക് സാക്ഷികളാകണം. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഞാനും എൻ്റെ കുടുംബവും അല്ലെങ്കിൽ ഞാനുമായി ബന്ധപ്പെട്ട ആളുകളും അങ്ങനെ ചുറ്റിത്തിരിയുന്നവരല്ല. നേരെ മറിച്ച് ജനങ്ങൾക്ക്, മറ്റു സമൂഹങ്ങൾക്ക് സാക്ഷികളായി നിങ്ങൾ ഉണ്ടാകണം. വയകൂന റസൂലു അലൈക്കും ഷഹീദ, നിങ്ങൾക്ക് സാക്ഷിയായി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പം നമ്മുടെ മോഡൽ ആരാണ്? നമ്മുടെ മോഡൽ ആരാണ്? ആരാണോ? ഉറക്കെ പറഞ്ഞു, ഒരു പ്രശ്നമില്ല. നമ്മുടെ മോഡൽ ആരാണ്? വയകൂന റസൂലു അലൈക്കും ഷഹീദ, മുഹമ്മദ് നബിയാണ് നമ്മുടെ മോഡൽ. അപ്പോൾ മുഹമ്മദ് നബിയെ നമ്മൾ അനുകരിക്കുക, നമ്മൾ ജനങ്ങൾക്ക് മോഡലാവുക. ഇതാണ് മധ്യമ സമൂഹം. അപ്പോൾ ഇതും ഖിബലയും കഅബയും തമ്മിലുള്ള ബന്ധം എന്താ? അതാണ് ഖുർആൻ തുറന്നു പറഞ്ഞത്. വമാ ജഅൽനൽ ഖിബ്ലതല്ലതി കുൻത അലൈഹാ ഇല്ലാ ലിനഅലമ മൻ യത്തബിഉർ റസൂല മിമ്മൻ യൻഖലിബു അലാ അഖിബൈഹി. ഖിബല മാറ്റിയത് റസൂൽ എങ്ങോട്ട് തിരിഞ്ഞാലും അങ്ങോട്ട് തിരിയുന്ന ആളുകൾ ആര് എന്ന് അറിയാൻ വേണ്ടി തന്നെയാണ്. മുഹമ്മദ് നബി ഒരിടത്തേക്ക് തിരിഞ്ഞാൽ അങ്ങോട്ട് തിരിഞ്ഞുകൊള്ളുക. അപ്പോൾ ഖിബല മാറുമ്പോൾ സ്വാഭാവികമായും മുഹമ്മദ് നബി മസ്ജിദുൽ അഖ്സയിലേക്ക് തിരിഞ്ഞു നിസ്കരിച്ച അവസ്ഥയിൽ നിന്ന് കഅബാലയത്തിലേക്ക് തിരിഞ്ഞാൽ നബിയോടൊപ്പം അങ്ങോട്ട് തിരിഞ്ഞുകൊള്ളുക. ചില ആളുകൾക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റില്ല, ഇങ്ങനൊന്നും പറ്റില്ല എന്ന് പറഞ്ഞിട്ട് തിരിഞ്ഞു പോകുന്ന ആളുകളുണ്ട്. അവരാരാണെന്ന് അറിയാൻ വേണ്ടി കൂടിയാണ്. അപ്പോൾ റസൂലുള്ള ഇത്തിബാ ചെയ്യുന്നവർ, റസൂലുള്ള തിരിഞ്ഞിടത്തേക്ക് തിരിയുന്നവർ ആരാണ്, ഇനി അതല്ല അതൊന്നും പറ്റൂല എന്ന് പറഞ്ഞ് തിരിഞ്ഞു പോകുന്നവരാരാണ് എന്നറിയാൻ വേണ്ടി തന്നെയാണ്.
എന്നിട്ട് ഖുർആൻ പറഞ്ഞൊരു വാചകമാണ് വ ഇൻ കാനത് ലകബീറതൻ ഇല്ല അലല്ലദീന ഹദല്ലാ. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഈ രൂപത്തിൽ ഫോളോ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് അള്ളാഹു ഹിദായത്ത് നേടിയ ആളുകൾ അവർക്ക് മാത്രം കഴിയുന്ന സംഗതിയാണ്. ഹിദായത്ത് ലഭിച്ച ആളുകൾക്ക് മാത്രം കഴിയുന്ന സംഗതിയാണ്. അപ്പം ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കുന്നതിനാണ് വസത്തിയായ വഴി എന്ന് പറയുന്നത്. വസത്ത് എന്ന് പറഞ്ഞാൽ മധ്യമമായ വഴി എന്ന് പറയുന്നത്. ദീനിൻ്റെ ഏതൊരു സംഗതി എടുത്ത് പരിശോധിച്ചാലും നമുക്കിത് കാണാൻ കഴിയും. അപ്പം നമ്മുടെ ജീവിതത്തിൽ തെറ്റായ വഴികളിലേക്ക് നമ്മൾ വീണു പോകാതിരിക്കാൻ നേരിൻ്റെ വഴിയിൽ എന്നും നമുക്ക് നിലനിൽക്കാൻ ഉള്ള ഒരേ ഒരു മാർഗം ഇത് മാത്രമാണ്. ഈ ഒരു മെത്തഡോളജി സ്വീകരിക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം, ഒരുപാട് പഠനങ്ങൾ നടത്തുന്ന ആളുകളാണ് നമ്മൾ. ഗവേഷണങ്ങൾ നടത്താറുണ്ട്, അന്വേഷണങ്ങൾ നടത്താറുണ്ട്. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും മനുഷ്യർക്കിടയിൽ ഒരുപാട് അഭിപ്രായ ഭിന്നതകൾ രൂപപ്പെടും. ഒരുപാട് വാദഗതികൾ, അജണ്ടകൾ സൃഷ്ടിച്ച് കടന്നു വരുന്ന ആളുകളുണ്ടാവും. അതുപോലെ തന്നെ പുതിയ പ്രത്യയശാസ്ത്രങ്ങൾ സൃഷ്ടിച്ചെടുക്കുന്ന ആളുകളുണ്ടാവും. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും ഒരുപാട് അഭിപ്രായങ്ങൾ, ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. ആ വിഷയത്തിൽ അല്ലെങ്കിൽ അത്തരം അഭിപ്രായ ഭിന്നതകൾ വരുമ്പോൾ നമുക്ക് സുരക്ഷിതമായ മാർഗം എന്താണ് എന്ന് അല്ലാഹു വിശദീകരിച്ചു തന്നല്ലോ. ശുദ്ധ ഖുർആൻ സൂറത്തുൻ നിസാഇന്റെ 59-ാമത്തെ വചനത്തിൽ അത് നമുക്ക് കാണാൻ സാധിക്കും. അവിടെ വിശ്വാസികളെ വിളിച്ചെന്ന് പറയുന്ന ഒരു വാചകമാണ് യാ അയ്യുഹല്ലദീന ആമനൂ അത്തിഉല്ലാഹ വഅത്തിഉർ റസൂല വഉലിൽ അംരി മിൻകും. നിങ്ങൾ അല്ലാഹുവിനെയും റസൂലിനെയും നിങ്ങളുടെ കൈകാര്യകർത്താക്കളെയും നിങ്ങൾ അനുസരിക്കണം. മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഒരു സാമൂഹ്യ ജീവിയാണ്. പരസ്പരം സഹകരിച്ചും ബന്ധപ്പെട്ടും ജീവിക്കുന്ന ആളുകളാണ്. അപ്പോൾ കെട്ടുറപ്പുള്ള ഒരു സമൂഹമായി നിങ്ങൾക്ക് നിൽക്കാൻ കഴിയണമെങ്കിൽ അതിനുള്ള വഴിയാണ് അള്ളാഹു വിശദീകരിച്ചത്. വിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിനും റസൂലിനും നിങ്ങൾക്കുള്ള കൈകാര്യകർത്താക്കൾക്കും വിധേയപ്പെട്ട് അവരെ അനുസരിച്ചുകൊണ്ട് നിലകൊള്ളണം. സ്വാഭാവികമായും അഭിപ്രായ ഭിന്നതകൾ വരാം, അഭിപ്രായ വ്യത്യാസങ്ങൾ വരാം. ആ അഭിപ്രായ വ്യത്യാസങ്ങൾ നിങ്ങൾക്കിടയിൽ ഉണ്ടായാൽ ഫഇൻ തനാസഅതും ഫീ ശൈഇൻ ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ, ആ വിഷയത്തെ നിങ്ങൾ അള്ളാഹുവിലേക്കും റസൂലിലേക്കും മടക്കിയിട്ട് പരിഹാരം കാണണം. അപ്പോൾ ഏതൊരു വിഷയത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വഹയ് എന്താണ്, വഹയിൻ്റെ തീരുമാനം എന്താണ് എന്നാണ്. ഇത് പ്രത്യേകം പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നമുക്കറിയാം ലോകത്ത് ഒരുപാട് കക്ഷികളെ കാണാം, സംഘടനകളെ കാണാം. പ്രത്യേകിച്ച് നിങ്ങൾ കലാലയങ്ങളിലും മറ്റുമൊക്കെ ഈ രംഗത്തേക്ക് ഇറങ്ങുമ്പോൾ നിരവധി ആശയധാരകൾ നമുക്ക് കാണാൻ കഴിയും. പല ആശയധാരകളുടെയും അപകടം എന്താണെന്ന് ചോദിച്ചാൽ അതിനൊരു ഷെയ്ഖ് മുരീദ് സിസ്റ്റമായിരിക്കും. ഒരാളിങ്ങനെ പറയുക, മറ്റുള്ളവർ ഫോളോ ചെയ്യുക. ഫോളോവേഴ്സിനെ ഉണ്ടാക്കലാണ് നമുക്കറിയാം ഏതൊരാളുടെയും ഇപ്പോഴത്തെ ഹോബി. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആളുകൾക്കറിയാം അവർക്ക് എത്രത്തോളം ഫോളോവേഴ്സിനെ ഉണ്ടാക്കാൻ കഴിയുമോ അതിനാണ് അവർ പണിയെടുക്കുന്നത്. ഇതുപോലെ ഈ രംഗത്ത് അല്ലെങ്കിൽ ആശയധാരകളിൽ, ആദർശ രംഗങ്ങളിൽ ഫോളോവേഴ്സിനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പലവിധ ചിന്താപ്രസ്ഥാനങ്ങളും രൂപപ്പെടുത്തിക്കൊണ്ടുവരുന്ന ആളുകളുണ്ട്. അപ്പോൾ അഭിപ്രായ ഭിന്നതകൾ, പല സംഘടനകൾ, പല അഭിപ്രായ വ്യത്യാസങ്ങൾ, ഇതൊക്കെ ഉണ്ടാവും. അപ്പോൾ ഏതാണ് ശരി, ഏതാണ് ശരിയായ നിലപാട്, ഏതാണ് മധ്യമമായ നിലപാട് എന്ന് അറിയാൻ കഴിയാതെ ഉഴറുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അവിടെയാണ് ഈ സൊല്യൂഷൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മുന്നിൽ അവതരിപ്പിച്ച് തരുന്നത്. ഒരേ ഒരു പരിഹാരമേ ഉള്ളൂ. ഏതെങ്കിലും ഒരു ഷെയ്ഖ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഉസ്താദ്, ഏതെങ്കിലും ഒരു മൗലവി, അങ്ങനെ ഒരു നാട്ടിക്കാരൻ്റെ പിന്നാലെ പോകേണ്ടവരല്ല നമ്മൾ. ആ രൂപത്തിൽ ആലോചിച്ചുകൊണ്ട് ചതിക്കപ്പെടുന്ന ഒരു സമൂഹമായി തീരാൻ പാടില്ല. നേരെ മറിച്ച് നമുക്കുള്ള നിലപാട് വസത്തിയായ വഴിയാകണം എന്ന് പറയുമ്പോൾ മധ്യമമായ നിലപാടായിരിക്കണം. അത് ദീൻ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് എല്ലാ രംഗത്തും. അത് നമ്മുടെ വിശ്വാസ രംഗത്ത് മാത്രമല്ല, നമ്മുടെ സാമ്പത്തിക രംഗത്ത്, ഫിനാൻഷ്യൽ രംഗത്ത്. ആ ഫിനാൻഷ്യൽ രംഗത്ത് എങ്ങനെയാണ് നമ്മുടെ നിലപാട് സ്വീകരിക്കേണ്ടത് എന്ന് ഖുർആനിൽ അല്ലാഹു പറഞ്ഞു. വലാ തജഅൽ യദക മഗ്ലൂലതൻ ഇലാ ഉനുകിക വലാ തബ്സുതുഹാ കുല്ലൽ ബസ്ത് ഫതഖഉദ മലൂമൻ മഹ്സൂറാ. നിങ്ങളുടെ കൈ പെരടിയിലേക്ക് കെട്ടിയ ആളുകളാകരുത്. ചില പിശുക്കന്മാർ നമ്മൾ കാണാം, 6 പിശുക്കന്മാരാണ്. നമ്മളവർക്ക് ചില ഓമന പേരൊക്കെ ഇടാറുണ്ട്, ഞാനത് ഇവിടെ പറയുന്നില്ല. 6 പിശുക്കരായ ആളുകളുണ്ടാവും. കൈ എങ്ങനെ വന്നാലും ഒരു പിരടി നനക്കൂല, 5 പൈസ ഇറക്കാത്ത മനുഷ്യന്മാർ അങ്ങനെ ഉണ്ടാവും. അങ്ങനെ ആകരുത് എന്ന് പറഞ്ഞു.
വേറെ ചില ആളുകളുണ്ട്, അവർ ധാരാളികളാണ്, അവരുടെ കയ്യിൽ ഓട്ടയാന്ന് വെച്ചാൽ സാധാരണ പറയാറ്. അവരിങ്ങനെ ആവശ്യത്തിനും അനാവശ്യത്തിനും വാരി ചെലവഴിക്കുന്ന ആളുകളുണ്ട്. ഖുർആൻ പറഞ്ഞു ഇത് രണ്ടും ചെയ്യരുത്. നേരെ മറിച്ച് ഇബാദുർ റഹ്മാനെ സംബന്ധിച്ച് പറഞ്ഞ വചനം നമുക്കറിയാം, വല്ലദീന ഇദാ അൻഫഖൂ ലം യുസ്രിഫൂ വലം യഖ്തുറൂ വകാന ബൈന ദാലിക ഖവാമാ. അല്ലാഹുവിൻ്റെ ഇഷ്ടക്കാരായ ഇബാദുർ റഹ്മാൻ അവര് ചെലവഴിക്കുമ്പോൾ ഇസ്രാഫ് ചെയ്യില്ല, ദൂർത്തടിക്കില്ല. എന്നാൽ അവർ പിശുക്ക് കാണിക്കുകയുമില്ല. വകാന ബൈന ദാലിക ഖവാമാ, കണ്ടറിഞ്ഞ് ആവശ്യത്തിന് ചെലവഴിക്കുന്നവരാണ് അവർ. അപ്പോൾ ഫിനാൻഷ്യൽ രംഗത്തും ഒരാളെ സംബന്ധിച്ചിടത്തോളം അവൻ പിശുക്കനാകാനും പാടില്ല, ദൂർത്തനാകാനും പാടില്ല, മധ്യമമായ നിലപാട് സ്വീകരിച്ചു പോവുകയാണ്. ഇനി നമ്മുടെ ഭക്ഷണ കാര്യത്തിൽ, നമ്മുടെ ആരോഗ്യരംഗത്ത് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആലയും അല്ലാഹുവിൻ്റെ റസൂലും നമുക്ക് പഠിപ്പിച്ചു തന്ന നിലപാടെന്താണ്? പ്രവാചകൻ പറഞ്ഞു, അൽ കാഫിറു യഅ്കുലു ഫീ സബഅത്തി അംആ വൽ മുഅ്മിനു യഅ്കുലു ഫീ മിഅൻ വാഹിദ്. ഒരു അവിശ്വാസി അവൻ 7 കുടൽ കഴിക്കുന്നവനാണ്, തിന്നതിൻ്റെ പുറത്ത് പിന്നെയും തിന്നാൻ, എന്നിട്ട് അനങ്ങാൻ പറ്റാതെ ഇങ്ങനെ വീർപ്പ് മുട്ടിയിട്ട് ശ്വാസം മുട്ടി നിൽക്കുക. അങ്ങനെ 7 കുടലിൽ ഒരു അവിശ്വാസി ഭക്ഷണം കഴിക്കുമ്പോൾ മുഅ്മിനായ ഒരാൾ അവനെ സംബന്ധിച്ചിടത്തോളം 1 കുടലിലെ ഭക്ഷണമാണ് അവൻ കഴിക്കുക. അപ്പോൾ ഭക്ഷണ രംഗത്ത് അമിതവ്യയം, നമുക്കറിയാം. ആളുകൾ ഇന്ന് രോഗികളാകാൻ പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ഭക്ഷണ രംഗത്തുള്ള ഈ സൂക്ഷ്മതക്കുറവാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ മലഅ ആദമിയുൻ ബിആഅൻ ശർ മിൻ ബത്നി ബിഹസ്ബി ബിനി ആദം ഉകുലാത്ത് യുഖിംന സുൽബഹു ഫഇൻ കാന ലാ മഹാല ഫസുലുസുൻ ലിതആമിഹി വസുലുസുൻ ലിശറാബിഹി വസുലുസുൻ ലിനഫസിഹി. ഒരു മനുഷ്യൻ നിറക്കുന്ന പാത്രങ്ങളിൽ ഏറ്റവും മോശമായ പാത്രം അവൻ്റെ വയറാണ്. നേരെ മറിച്ചൊരു മനുഷ്യൻ ഭക്ഷിക്കേണ്ടത് അവൻ്റെ നടുവ് നിവർന്ന് നിൽക്കാൻ ആവശ്യമായ ഭക്ഷണം മതി എന്നാണ്. ഇനി അത് പോരെ, കുറച്ച് കൂടുതൽ കഴിക്കണമെന്ന് തോന്നുകയാണെങ്കിൽ 1/3 അത് നമ്മൾ ചർച്ച ചെയ്തു. ചെമ്പിൻ്റെ 1/1 ബേസിൻ്റെ 1/1 എത്രയാ കഴിക്കേണ്ടത് എന്ന് ചർച്ച ചെയ്യുന്ന ആളുകൾ നമ്മൾ. ഒരു മനുഷ്യൻ്റെ ആമാശയത്തിൻ്റെ 1/1 ഭക്ഷണം, അതുപോലെ മറ്റൊരു ഭാഗം വെള്ളം, പിന്നൊരു ഭാഗം ഒഴിച്ചിടണം, അത് ശ്വാസം കഴിക്കാൻ എന്ന് പറഞ്ഞു. അപ്പോൾ ഭക്ഷണ കാര്യത്തിലും ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ആ മധ്യമമായ നിലപാട് സ്വീകരിക്കുന്നവനാണെങ്കിൽ അവൻ ആരോഗ്യവാനായിരിക്കും. അപ്പോൾ ദീനിൻ്റെ ഒരു കാര്യം, മധ്യമമായ നിലപാട് സ്വീകരിക്കണം എന്ന് പറയുമ്പോൾ അതിൻ്റെ ബെനിഫിറ്റ് ഫുൾ നമ്മുടെ ലൈഫിൽ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് റസൂലുള്ളാഹിയുടെ ഈ ഹദീസ് വായിച്ച പ്രഗത്ഭനായൊരു ഡോക്ടർ ഇബ്നു മസവൈഹി എന്ന് പറയുന്നൊരു ഡോക്ടർ, അദ്ദേഹം ഈ ഹദീസ് വായിച്ച് പറഞ്ഞത്, ലബിസ്തഅമലന്നാസു ഹാദിഹിൽ കലിമാതി ലസ്സലിമു മിനൽ അംറാദി വൽ അസ്ഖാമി വലതഅത്തലത് ഇയാദത്തുൽ അതിബ്ബാ. മനുഷ്യർ ഈ ഒറ്റ ഹദീസ് സ്വീകരിച്ചാൽ മതിയായിരുന്നു. അങ്ങനെയാണെങ്കിൽ മനുഷ്യർക്ക് ഈ കഠിനമായ രോഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുമായിരുന്നു. അനാവശ്യമായി കൂടുകൾ പോലെ മുളക്കുന്ന ഹോസ്പിറ്റലുകൾ ഇല്ലാതാകുമായിരുന്നു. മനുഷ്യൻ്റെ ഹെൽത്ത്, ആരോഗ്യം അവന് നിലനിർത്താൻ കഴിയുമായിരുന്നു. അപ്പോൾ നമ്മൾ ഭക്ഷണ കാര്യത്തിൽ നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കുള്ള മെഡിസിൻ ജമഅല്ലാഹു തിബ്ബ കുല്ലഹു ഫീ നിസ്ഫി ആയ, അര ആയത്തിൽ നമുക്കാവശ്യമായ മെഡിസിൻ, നമുക്കാവശ്യമായ മരുന്ന് അള്ളാഹു പഠിപ്പിച്ചു അര ആയത്ത് കൊണ്ട്. ആ ആയത്തേത് വകുലു വശ്റബു വലാ തുസ്രിഫു, നിങ്ങൾ ഭക്ഷിച്ചു കൊള്ളുക, കുടിച്ചു കൊള്ളുക, പക്ഷെ ഇസ്രാഫ് ചെയ്യരുത്, അമിതവ്യയം കാണിക്കരുത് എന്നാണ്. അപ്പോൾ ഇവിടെ വിശദീകരിച്ചു, നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു നിലപാടുണ്ട്. നമ്മുടെ നിലപാട് മധ്യമ നിലപാടാണ്. ആ നിലപാട് ഇസ്രാഫിൻ്റെതല്ല, അതിരുവിടുന്ന നിലപാടല്ല, ദൂർത്തിൻ്റെ നിലപാടല്ല, എന്നാലോ പിശുക്കിൻ്റെ നിലപാടുമല്ല. അത് ഫിനാൻഷ്യൽ രംഗത്താണെങ്കിലും അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കുന്ന കാര്യത്തിലാണെങ്കിൽ പോലും ഇതുതന്നെയാണ് ആരാധനയുടെ വിഷയത്തിലും, ഇതുതന്നെയാണ് നമ്മുടെ ഇബാദത്തിൻ്റെ വിഷയത്തിലും. മഹാനായ സൽമാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ സഹോദരനായ അബൂദർദ റളിയല്ലാഹു അൻഹുവിനെ സന്ദർശിച്ച ഒരു സംഭവം ഇമാം ബുഖാരി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹോദരങ്ങളാക്കിയ 2 ആളുകളാണ്. ഒന്ന് സൽമാൻ എന്നവർ, അദ്ദേഹത്തിൻ്റെ സഹോദരനായി നിശ്ചയിക്കപ്പെട്ടത് അബൂദർദ ആണ്. ഒരിക്കൽ ഈ സൽമാൻ റളിയല്ലാഹു അൻഹു
അബൂദർദ എന്ന സഹോദരന്റെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ഉമ്മദർദ മുതബദ്ദില, ഉമ്മുദർദ അഥവാ അബൂദർദ റളിയല്ലാഹു അൻഹുവിന്റെ വൈഫ് വളരെ അലസമായി, വളരെയധികം നിരാശയോടെ നിൽക്കുന്നതായിട്ടാണ് ഇവർ കാണുന്നത്, സൽമാൻ റളിയല്ലാഹു അൻഹു കാണുന്നത്. അപ്പോൾ അവരോട് ചോദിച്ചു സൽമാൻ റളിയല്ലാഹു മാ ശൗനുക്ക്, എന്ത് പറ്റി, എന്താണ് ഇങ്ങനെ ഒരു ചെലും കോലൊന്നും ഇല്ലാതെ ആകെ ഡെസ്പായിട്ടാണല്ലോ ഉള്ളത്, എന്തു പറ്റി എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ലൈസ ലഹു ഹാജത്തുൻ അഹൂക അബൂദർദ വലൈസ ലഹു ഹാജത്തുൻ ഫി ദുനിയ, നിന്റെ സഹോദരൻ അബൂദർദാവിന് ഒരു ദുനിയാവിലൊരു ആവശ്യവും അദ്ദേഹത്തിനില്ല. എന്നുവെച്ചാൽ കുടുംബമോ കുട്ടികളോ ഞങ്ങളോ അവരൊന്നും ആവശ്യമില്ല, വേറൊരു ലോകത്താണ് അദ്ദേഹം ജീവിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഫുൾ ടൈം അദ്ദേഹം ഇബാദത്തിലാണ്. എല്ലാ ദിവസവും നോമ്പ്, രാത്രി മുഴുവൻ നിസ്കാരം, അങ്ങനെ അങ്ങോട്ട് നടക്കുകയാണ്. മഹാനായ സൽമാൻ റളിയല്ലാഹു അൻഹു ഇത് കണ്ടപ്പോൾ അവിടെ നിന്നു, നിലകൊണ്ടു, ഇദ്ദേഹം വരാൻ വേണ്ടി. അങ്ങനെ കുറേ കഴിയുമ്പോൾ അബൂദർദ റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് വരികയാണ്. അപ്പോൾ സൽമാൻ റളിയല്ലാഹു അൻഹു നേരെ ഫുഡ് എടുക്കാൻ പറഞ്ഞു, ഭക്ഷണം കൊണ്ടുവരാൻ പറഞ്ഞു. ഭക്ഷണം കൊണ്ടുവന്നു. എന്നിട്ട് പറഞ്ഞു കുൽ, ഇത് കഴിക്കുക എന്ന് പറഞ്ഞു. അബൂദർദ പറഞ്ഞു ഫഇന്നി സ്വായിം, എനിക്കിപ്പോൾ നോമ്പാണ്, എനിക്ക് നോമ്പാണ്. സൽമാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു മാ അന ബി ആകിലിൻ ഹത്താ തഅകുൽ, നിങ്ങൾ കഴിക്കാതെ ഞാൻ കഴിക്കുന്ന പ്രശ്നമില്ല, നിങ്ങൾ കഴിച്ചിട്ടേ ഞാൻ കഴിക്കുള്ളൂ. വാശിക്ക് നിന്നു, കട്ടക്ക് നിന്നു, നോമ്പ് മുറിപ്പിച്ചു, സുന്നത്ത് നോമ്പാണ്. ഫഅക്കല സൽമാൻ, അങ്ങനെ സൽമാൻ റളിയല്ലാഹു അൻഹു ഭക്ഷിച്ചു, അബൂദർദാനെ കൊണ്ട് ഭക്ഷിപ്പിച്ചു. അദ്ദേഹം പോയി, രാത്രിയായപ്പോൾ വന്നു. രാത്രിയായപ്പോൾ വന്നപ്പോൾ മൂപ്പര് വുദുവൊക്കെ എടുത്ത് നിസ്കരിക്കാൻ നിൽക്കുകയാണ്. ആര്? അബൂദർദ. സൽമാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു നം, പോയി ഉറങ്ങുന്നു പറഞ്ഞു. നിസ്കാരം പോയി ഉറങ്ങുക കാക്കാന്ന് പറഞ്ഞു. പോയി ഉറക്കി. എന്നിട്ട് പോയി. കുറേ കഴിഞ്ഞൊരു രാത്രി, ഒരു പാതിരാത്രിയായപ്പോൾ വീണ്ടും വന്നപ്പോൾ മൂപ്പര് പിന്നെയും ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്നിട്ടുണ്ട്, റെഡിയായിട്ട് നിൽക്കുകയാണ് അടുത്ത നിസ്കാരത്തിന്. സൽമാൻ റളിയല്ലാഹു അൻഹു പോയി നം, പോയി ഉറങ്ങുമെന്ന് പറഞ്ഞു. ഉറങ്ങി. ഉറക്കാൻ പറഞ്ഞു, ഉറങ്ങാൻ പറഞ്ഞു വിട്ടു, കട്ടക്ക് നിന്നു. അങ്ങനെ രാത്രിയുടെ അന്ത്യയാമമായി, ആഖിറുല്ലൈലായപ്പോൾ സൽമാൻ റളിയല്ലാഹു അൻഹു കും അൽ ആന ഫസല്ലയ, ഇപ്പോൾ എഴുന്നേറ്റ് രണ്ടുപേരും നിസ്കരിക്കും. ഭാര്യയും ഭർത്താവും നിസ്കരിച്ചു. രാത്രിയുടെ അന്ത്യാമത്തിൽ എഴുന്നേറ്റ് നിസ്കരിക്കും. എന്നിട്ട് സൽമാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു പഠിപ്പിച്ചൊരു വാചകമാണ് നമ്മുടെ വിഷയവുമായിട്ട് ഏറ്റവും ബന്ധപ്പെട്ട് നിൽക്കുന്നത്. എന്താ സൽമാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞത്? ഇന്ന ലി റബ്ബിക അലൈക ഹഖ്ഖാ, താങ്കൾക്ക് താങ്കൾ റബ്ബിനോട് ഒരു ബാധ്യതയുണ്ട്. നമുക്കെല്ലാവർക്കും ആ ബാധ്യതയുണ്ട്. വലി നഫ്സിക അലൈക ഹഖ്ഖാ, സ്വന്തത്തോട് ഒരു ബാധ്യതയുണ്ട് നിങ്ങൾക്ക്. വലി അഹ്ലിക അലൈക ഹഖ്ഖാ, കുടുംബത്തോടൊരു ബാധ്യതയുണ്ട് നിങ്ങൾക്ക്. ഫഅതി കുല്ല ദീ ഹഖ്ഖിൻ ഹഖ്ഖഹു, എല്ലാത്തിനും അവക്ക് അർഹതപ്പെട്ട അവകാശം നൽകണം. അള്ളാഹുവിന് അവകാശപ്പെട്ടത് അള്ളാഹുവിന് മാത്രം. ആ അള്ളാഹു നിർദ്ദേശിച്ച പ്രകാരം കുടുംബത്തിന് അവകാശപ്പെട്ടത്, സ്വന്തത്തിന് അവകാശപ്പെട്ടത്. സ്വന്തത്തിന് അവകാശപ്പെട്ടതാണ് ഭക്ഷണം, ഉറക്കം, ഇതൊക്കെ സ്വന്തത്തിന് അവകാശപ്പെട്ടതാണ്. കുടുംബത്തിന് അവകാശപ്പെട്ട അവർക്ക് നൽകേണ്ട സ്നേഹം, അവർക്ക് നൽകേണ്ട കരുതൽ, അവർക്ക് നൽകേണ്ട സമ്പത്ത്, ആ രൂപത്തിൽ അവരുടെ കാര്യങ്ങൾ, അങ്ങനെ ഓരോരുത്തരും അതിന് അർഹമായ രൂപത്തിലുള്ള ബാധ്യത നിർവഹിച്ചു കൊണ്ടുപോകാൻ വേണം മുന്നോട്ട് പോകാൻ. ഈ സംഭവം കഴിഞ്ഞ് അബൂദർദ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ ചെന്ന് ടി വിഷയം പറഞ്ഞു പരാതിയായിക്കൊണ്ട്. കഴിഞ്ഞ ദിവസം വന്ന് സൽമാൻ ഇങ്ങനെയൊക്കെ വീട്ടിൽ കാണിച്ചു, ഇങ്ങനെയൊക്കെയാണ് എന്നെ കൊണ്ട് ചെയ്യിച്ചത്, ഇങ്ങനെയാണ് എന്നിട്ട് എന്നോട് പറഞ്ഞത്. ഇത് കേട്ടപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞത് സദഖ സൽമാൻ, സൽമാനിൻ്റെ നിലപാടാണ് യഥാർത്ഥ നിലപാട്. അപ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, ദീൻ എന്ന് പറഞ്ഞാൽ, അള്ളാഹുവിൻ്റെ ദീൻ എന്ന് പറഞ്ഞാൽ കാടുകയറലല്ല. അപ്പം അങ്ങനെ ചില ആളുകളുണ്ട്, അവന് മതം കെട്ട് കയറിയാൽ, ദീൻ കയറിക്കഴിഞ്ഞാൽ പിന്നെ നാടും വേണ്ട, വീടും വേണ്ട, കുടുംബവും വേണ്ട, വേറെ ഏതൊക്കെയോ കാട്ടിലും അതുപോലെ തന്നെ ഗുഹയിലും ഒക്കെ പോയി താമസിക്കുന്ന ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. ചില വീട്ടിൽ നിന്ന് ഒരുപക്ഷെ പറ്റ അതപ്പതിച്ചു പോയ ആളുകളായിരിക്കും കുട്ടികൾ, മക്കൾ ഏതെങ്കിലും ഒരു കഞ്ചാവോ അല്ലെങ്കിൽ ഡ്രഗ്സ്, ആ രൂപത്തിലുള്ള സംഗതികളിലൊക്കെ പോയി പെട്ട് അങ്ങനെ നടക്കുമ്പോഴായിരിക്കും ഏതെങ്കിലും ഒരുത്തൻ വിളിച്ചുകൊണ്ട് പോകുന്നത്. പിന്നെ ഇവരെ കാണുന്നത് വേറൊരു കോലത്തിലാണ്. വേറൊരു കോലം എന്ന് പറഞ്ഞാൽ വീടുമായിട്ട് ബന്ധമില്ല, നാടുമായിട്ട് ബന്ധമില്ല, ഉപ്പയെ വേണ്ട, ഉമ്മയെ വേണ്ട, അവൻ പഠിക്കാൻ പോവാണ്. എവിടെ പഠിക്കാൻ പോകണത്? ഏതോ കാട്ടിൽ ഏതോ ശൈഖുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പോവാണ്. ഇത് രണ്ടും അപകടമാണ്. അനാശാസ്യങ്ങൾ, പോൺ സൈറ്റുകൾ, അതുപോലെ തന്നെ ഡ്രഗ്സ്, മയക്കുമരുന്ന് അവിടെ നിഷേധിയായിപ്പോയി.
അത് കഴിഞ്ഞിട്ട് നല്ല വഴി തിരഞ്ഞെടുത്ത് കഴിഞ്ഞപ്പോഴും അവിടെയും പാളി. അത് പാളിയത് എങ്ങനെയാണ്? അതിര് വിട്ടിട്ട് മതിൽ ചാടി അല്ലെങ്കിൽ അതിര് ചാടി അതിനപ്പുറത്തേക്ക് പോയി. സാധാരണ മലയാളത്തിൽ ചൊല്ലുണ്ട്, ഒന്നുകിൽ ആശാന്റെ നെഞ്ചത്ത് അല്ലെങ്കിൽ കളരിക്ക് പുറത്ത്. ഒന്നുകിൽ ആശാന്റെ നെഞ്ചത്ത് കയറും, അല്ലെങ്കിലോ കളരിക്ക് പുറത്ത്. ഇത് രണ്ടുമല്ല, കളത്തിൽ നിന്ന് കളിക്കാൻ നമുക്ക് സാധിക്കണം. കളത്തിൻ്റെ ഉള്ളിൽ നിന്ന് കളിക്കാൻ നമുക്ക് കഴിയണം. നമ്മുടെ ബൗണ്ടറിയുടെ ഉള്ളിൽ നിന്ന് കളിക്കാൻ നമുക്ക് സാധിക്കണം. ലൈഫിലും വിശ്വാസത്തിലുമൊക്കെ കൃത്യമായൊരു ബൗണ്ടറി ഉണ്ട്. ആ ബൗണ്ടറിയാണ് മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഫോളോ ചെയ്യുക എന്നുള്ളത്. അതിനപ്പുറം ഏത് വഴി നമ്മൾ സ്വീകരിച്ചാലും നമുക്ക് അബദ്ധം സംഭവിക്കും, നമ്മുടെ നിലപാടുകളിൽ പിഴവ് സംഭവിക്കും. അതുകൊണ്ട് തന്നെ വളരെ കണിശമായി അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് നമ്മൾ ഒരിക്കലും മറന്നു പോകാതിരിക്കാൻ നമ്മുടെ മുന്നിൽ സിംബോളിക്കായി ഈ ആശയത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല സമർപ്പിച്ചു. കഅബ എന്ന് പറയുന്ന നമ്മുടെ ഖിബില, ആ ഖിബിലയെ മുന്നിൽ വെച്ചുകൊണ്ട് ആ കഅബയിലേക്ക് തിരിയുമ്പോഴൊക്കെ നമ്മൾ മനസ്സിലാക്കണം, ഇതാണ് എൻ്റെ നിലപാട്, ഇത് റസൂലുള്ള തിരിഞ്ഞതാണ്, അത് ഞാൻ അങ്ങനെ തന്നെ ഫോളോ ചെയ്യുകയാണ്, ഇത് ലോകത്തുള്ള എല്ലാ മനുഷ്യരും സ്വീകരിക്കുകയാണ്. അങ്ങനെ വമാ ജഅൽനൽ ഖിബില, ആ ഖിബിലയെ അല്ലാഹു നിശ്ചയിച്ചു തന്നത് തന്നെ ഈ ഒരു നിലപാട്. അതിര് വിട്ടു പോകരുത്, നിഷേധികളായി മാറരുത്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഫോളോ ചെയ്യുന്നവരായി നിൽക്കണം. അത് നമ്മെ ആവർത്തിച്ച് ഓർമ്മിപ്പിക്കുകയാണ് കഅബാലയം നിർവഹിക്കുന്ന പല ദൗത്യങ്ങളിലൊന്ന് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് MSMന്റെ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ലൈഫിൽ അവർ സ്വീകരിക്കേണ്ട കൃത്യമായ കണിശമായ ഒരു നിലപാടാണ് ഇത്. ഈ നിലപാടാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സ്വീകരിക്കുന്നതെങ്കിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് വരച്ചു കാണിച്ചു തന്ന വഴിക്കാണ് സിറാത്തുൽ മുസ്തഖീം എന്ന് പറയുന്നത്. അതിൻ്റെ എൻഡ് സ്വർഗമാണ്. നേരെയായ വഴി, ആ സ്ട്രൈറ്റ് പാത്ത്, നേരെയുള്ള വഴി, ആ വഴിയുടെ എൻഡ് സ്വർഗമാണ്. അവിടുന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ചലിക്കാതെ, വഴുതി വീഴാതെ, അതിര് വിട്ടു പോകാതെ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഫോളോ ചെയ്യുകയാണ് എങ്കിൽ, ആ വഴിയാണ് നമ്മൾ സ്വീകരിക്കുന്നതെങ്കിൽ, മധ്യമമായ സ്ട്രൈറ്റായ വഴിയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ച ആ സ്വർഗത്തിലേക്ക് എത്താൻ നമുക്ക് കഴിയും. അതാണ് വിശുദ്ധ ഇസ്ലാം നമ്മോട് നിർദ്ദേശിച്ചിട്ടുള്ളത്. അത് പാലിക്കാനും അത് ശീലിക്കുവാനും നമുക്ക് കഴിയട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സിറാത്തുൽ മുസ്തഖീമിലൂടെ അല്ലാഹു നയിക്കുന്ന വിശ്വാസികളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിക്കുന്നു. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.